തുടക്കത്തിൽ ഒതുങ്ങിയിരുന്ന് ഗെയിം കളിച്ചിരുന്ന അൻസിബ ഇപ്പോൾ കളത്തിലിറങ്ങി കളിക്കുന്നുണ്ട്. തുടക്കത്തിൽ അൻസിബയിലെ ഗെയിമറെ പലരും തിരിച്ചറിഞ്ഞിരുന്നില്ല. എന്നാൽ നേരിട്ടിറങ്ങാതെ തന്നെ ബിഗ് ബോസ് വീടിനെ ഇളക്കി മറിക്കുന്ന സംഭവങ്ങൾക്ക് തിരികൊളുത്താൻ സാധിക്കുന്ന മത്സരാർത്ഥിയാണ് അൻസിബ. വ്യക്തമായി സംസാരിക്കാനും ടാസ്കുകളിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാനും അൻസിബയ്ക്ക് സാധിക്കുന്നുണ്ട്. ഇതിനിടെ ഇപ്പോഴിതാ അൻസിബയുടെ ഗെയിമിനെക്കുറിച്ചുള്ള ഒരു കുറിപ്പ് ശ്രദ്ധ നേടുകയാണ്. അൻസിബ ക്ലാസിക് ഗെയിമർ ആണെന്നാണ് കുറിപ്പിൽ പറയുന്നത്. അൻസിബയ്ക്കുണ്ടായ മാറ്റത്തെക്കുറിച്ചും കുറിപ്പിൽ പറയുന്നുണ്ട്. ബിഗ് ബോസ് ആരാധകരുടെ ഗ്രൂപ്പിൽ പങ്കുവച്ച കുറിപ്പാണ് ചർച്ചയാകുന്നത്. അൻസിബ ദി ക്ലാസിക് ഗെയിമർ. പൊതുവെ ശാന്ത സ്വഭാവവും അടക്കവും ഒതുക്കവുമുള്ള എല്ലാവരോടും മാന്യമായി പെരുമാറുന്ന ഒരു പെൺകുട്ടി. ഇതാണ് അൻസിബ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുത്ത അൻസിബ. എന്നാൽ ഫസ്റ്റ് വീക്ക് ഗബ്രിയുമായി ഉണ്ടായ തർക്കത്തിൽ അന്നു മുതൽ ഗബ്രി ഔട്ടാകുന്ന ദിവസം വരെ അവനോട് പകവച്ച് പുലർത്തുകയും റൂമിലിരുന്ന് ഓരോ ദിവസവും ഋഷിയോടും റോക്കിയോടും മറ്റുള്ളവരെ പറ്റി വാതോരാതെ കുറ്റം പറയുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ആണ് പ്രേക്ഷകർ ആദ്യ ദിനങ്ങളിൽ അൻസിബയെ കാണുന്നത്. റോക്കി ഔട്ടായ ശേഷവും ഋഷിയെ ഈ ഒരു മാന്ത്രിക വലയത്തിൽ നിർത്താൻ അൻസിബയ്ക്ക് സാധിച്ചു. അർജുൻ ഈ നെഗറ്റീവ് കൂട്ടുകെട്ടിൽ നിന്ന് പുറത്തു കടന്നു. അൻസിബ, റോക്കി, ഋഷി, ജാൻമണി എന്നിവരെ ഒഴിച്ച് സീസൺ 6 ഇതുവരെ വന്നുപോയ എല്ലാവരെയും പറ്റി വളരെ മോശമായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. സിജോയെ ഗുരുതരമായി പരിക്കേൽപ്പിച്ച റോക്കിയും താൻ എന്തു പറഞ്ഞാലും അതിനൊത്തു തള്ളുന്ന ഋഷിയും എല്ലാവരെയും ലോ ക്ലാസ്സായി കാണുന്ന ജാൻമണിയുമാണ് അൻസിബയുടെ സുഹൃത്തുക്കൾ. നമ്മുടെ അടുത്ത സുഹൃത്തുക്കളുടെ സ്വഭാവത്തിൻ്റെ ആകെ തുകയായിരിക്കും നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത് എത്ര ശരിയാണ്. ഇനി ഗെയിം കളിക്കാൻ അറിയാത്ത അൻസിബയെ പറ്റി നോക്കാം. വൈൽഡ് കാർഡ് വരുന്നതുവരെ അവിടെ എല്ലാവരെയും ജഡ്ജ് ചെയ്ത് ഋഷിയെ പിടികേറ്റി വിട്ട് നടന്ന അൻസിബ പെട്ടെന്നൊരു ദിവസം എനിക്ക് ഈ ഗെയിം കളിക്കാൻ അറിയില്ല, ഇവിടെയുള്ള നെഗറ്റിവിറ്റി എന്നെ ബാധിക്കുന്നു, ഇവിടെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നു. എന്നാൽ അൻസിബയുടെ ഈ മാറ്റത്തിന് പിന്നിലെ സത്യാവസ്ഥ എന്താണ്? വൈൽഡ് കാർഡ് വരികയും ഋഷിയെ പിടികേറ്റി വിടുന്നതും കട്ടിലിരുന്ന് എല്ലാവരെയും കുറ്റം പറയുന്നതും കാരണം പുറത്ത് കട്ടിൽ റാണി, പരദൂഷണം റാണി തുടങ്ങിയ ഇമേജാണ് തനിക്കെന്ന് അൻസിബയ്ക്ക് മനസ്സിലായി. അന്നു തൊട്ട് അൻസിബ മുഖംമൂടി എടുത്തണിഞ്ഞു. ആരെയും കുറ്റം പറയാത്ത കുട്ടിയായി. ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്ന ബിഗ് ബോസ് തന്നെ പോലെ സ്റ്റാൻഡേർഡ്സ് ഉള്ള ഒരാളെ പറ്റിയ സ്ഥലമല്ലെന്ന് വരുത്തി തീർത്തു. പുറത്ത് നെഗറ്റീവ് ഇമേജ് ആണെന്ന് കരുതി ഗെയിമിൽ നിന്ന് മാറി നിന്ന അൻസിബ തുടർച്ചയായി 2 വീക്ക് സേവായി. പുറത്തു പോകും എന്ന് ഉറപ്പിച്ച അവസരത്തിൽ ഹൗസിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അൻസിബ ഇന്നായി. അവിടുന്ന് തൊട്ട് അൻസിബ വീണ്ടും മാറി. ഇപ്പോൾ ഉള്ളത് ഓവർ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു അൻസിബയാണ്. ആ ഓവർ കോൺഫിഡൻറ്റിൻ്റെ പുറത്ത് ഒരു ദിവസം കൊണ്ട് വന്ന മാറ്റമാണ് ഇന്നലെ മാത്രം കണ്ടത്. അൻസിബ എന്ന കൗശലക്കാരിയായ ഗെയിമറെയാണ് ഇനി കാണാൻ പോകുന്നത്. ഫാൻസ് കൂടുമോ അതോ ഉള്ള ഫാൻസ് പോകുമോ എന്ന് ഈ വീക്ക് കൊണ്ട് അറിയാം.